Hello friends, welcome back to my channel Trend Electronics. നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്ന ഒരു 2.1 കരോക്കെ ആംപ്ലിഫയർ ആണ്. മൈക്ക് കണക്ട് ചെയ്ത് നല്ല രീതിക്ക് ഒരു കരോക്കെ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആംപ്ലിഫയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡീറ്റെയിൽസ് വീഡിയോ. അതിൽ നമ്മൾ ചാനലായിട്ട് 100+100ന്റെ ചാനലും 250 വാട്ട്സിന്റെ സബ് വൂഫറുമാണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കരോക്കെ വെച്ച് ചെയ്ത 2.1 ആംപ്ലിഫയറിന്റെ മുൻവശം. നമ്മളിത് കസ്റ്റം മെയ്ഡ് ആണ്. നമ്മൾ ഈ ആംപ്ലിഫയർ വേണമെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ ആയിട്ടുള്ള ചേട്ടൻ കാസർഗോഡുള്ള ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടന് നമുക്കിത് ഈ ഒരു ഡിസൈൻ അയച്ചു തന്നിട്ടാണ് ഇതുപോലെ ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ഡിസൈൻ എടുത്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഡിസൈനാണ്, നല്ല അടിപൊളിയായിരുന്നു. കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ട്. ഇപ്പൊ എല്ലാ ഫ്രണ്ട് പാനലിലും ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷും ഗ്ലോസിയുടെ 2 കളർ വേരിയന്റ് ആണ് ഇതിനകത്ത് നമ്മൾ നൽകിയിരിക്കുന്നത്, മാറ്റിന്റെയും ഗ്ലോസിയുടെയും. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് കൺട്രോളിംഗ് പാനലിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇനി നോക്കാം. സബ് വൂഫറിന് വേണ്ടി നമ്മളൊരു വലിയൊരു കൺട്രോൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് 2 മൈക്ക് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് വെച്ചാൽ മൈക്കിന്റെ വോളിയം, മൈക്ക് ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് വോളിയം ആയിരുന്നു. ഞാനത് മാറ്റിയിട്ട് ഡ്യുവൽ കൺട്രോൾ ആക്കിയിരിക്കുകയാണ്. പിന്നെ ആ 2 മൈക്കിന്റെ എക്കോ, അതിന്റെ ഡിലേ, പിന്നെ മ്യൂസിക്, പിന്നെ ഒരു ബേസ്, പിന്നെ ഒരു ട്രിബിള്. ബാസും ട്രിബിളും നമ്മുടെ ചാനലിലെ ബാസും ട്രിബിളും ആണ്. ഇത് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബട്ടൺ. തൊട്ട് താഴെയായിട്ട് USB സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വ്യൂ മീറ്റർ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ലുക്ക് കിട്ടുന്ന ഒരു വ്യൂ മീറ്റർ ആണ് ഇത്. സ്റ്റാറിന്റെ പകാരിയുടെ വരുന്നത് ബ്ലൂടൂത്ത് പാനലും. ഇത് നല്ല ഹൈ ക്വാളിറ്റി ബ്ലൂടൂത്ത് പാനലാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ക്വാളിറ്റി. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വൈറ്റ് കളർ വരുന്ന ബ്ലൂടൂത്ത് പാനൽ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ മുൻവശത്തായിട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന് നല്ലൊരു ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ആംപ്ലിഫയറിന്റെ മുൻവശത്തെ ഡീറ്റെയിൽസ് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ പാർട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇനി ഫ്രണ്ട്സ്, നമുക്ക് നേരെ ഇൻസൈഡിലോട്ട് കിടക്കാം. ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ആദ്യം പറയുന്നത് പോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ പറയാം. ട്രാൻസ്ഫോമർ 27 10 ആംപിയറിലെ ട്രാൻസ്ഫോമറും 12 ഒരു 3 ടാപ്പിങ്ങും 012 ഒരു 2 ടാപ്പിങ്ങും ആണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. കപ്പാസിറ്റർ ആയിട്ട് 63 വോൾട്ടും 10,000ന്റെ 2 കപ്പാസിറ്ററുകളും 3 മിക്സിന്റെ ഒരു മെറ്റൽ ഡയോഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു സിംഗിൾ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത്, ഈ വലിയ സപ്ലൈ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ബോർഡുകൾക്ക് 2നും കൂടെ വേണ്ടിയാണ്. 2 5200 വരുന്ന പെയർ വരുന്നതാണ്. ഇത് യൂണിവേഴ്സൽ ഓഡിയൻസിന്റെ 5200യുടെ സ്റ്റീരിയോ ബോർഡാണ് വരുന്നത്. ഇത് പവർ ട്രാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റീരിയോ ബോർഡാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തെല്ലാം ഈ പവർ ട്രാക്കിന്റെ ബോർഡിൽ ട്രാൻസ്ഫർ നമ്മൾ മാറ്റിയിട്ട് CLD ആയിരുന്നു കിടന്നത്. CLD എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് CLDക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി. പിന്നീട് പറയാനാണെങ്കിൽ ഇവിടെ കണ്ട ചെറിയ 2 സപ്ലൈകൾ കാണാൻ നിങ്ങൾക്ക്. ഇത് സിംഗിൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. ഈ സിംഗിൾ സപ്ലൈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ട് റെഗുലേറ്റർ IC ഇട്ടിട്ട് വ്യൂ മീറ്ററിന് വേണ്ടിയും ഫ്രണ്ട് പാനലിലെ LED കൺട്രോളിന് വേണ്ടിയും ഒരു സപ്ലൈ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഫാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ ഡിടെക്കിന്റെ കരോക്കെ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിടെക്കിന്റെ കരോക്കെ ബോർഡിനകത്ത് 12 വോൾട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം AC. അപ്പോൾ അതിന് വേണ്ടി ഒരു ടാപ്പിംഗ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിടെക്കിന്റെ തന്നെ ടോൺ കൺട്രോൾ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ടോൺ കൺട്രോളും നല്ല അടിപൊളി ഒരു ബോർഡുമാണ് ഇതിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ SD ഓഡിയൻസിന്റെ സബ് ഫിൽറ്ററാണ്, എക്സ് വരുന്ന സബ് ഫിൽറ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു ഫിൽറ്ററാണ്. നല്ല പഞ്ചും വൈബ്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ബേസും ഉണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പവർ ട്രാക്കിന്റെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിലാരും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, 5200 ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സബും അതോടൊപ്പം. പിന്നെ ഒരു ഫാനിന്റെ ആവശ്യമുള്ളായിരുന്നു, ഒരു ഫാൻ നമ്മൾ നൽകിയിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി സ്പീക്കർ സോക്കറ്റും ബനാന സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്യൂസ് ഹോൾഡറും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലായിട്ട് വരുന്നത്. ഈ ഒരു ആംപ്ലിഫയറിന്റെ വർക്കിംഗ് വീഡിയോ കൂടെ ഞാൻ ഇതിലൂടെ ഉൾപ്പെടുത്തുകയാണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കേട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം വർക്കിംഗ് വീഡിയോ അത്യാവശ്യമായിരുന്നു, പക്ഷെ ഞാൻ ഇതുവരെ വർക്കിംഗ് വീഡിയോ ഇടാഞ്ഞത് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് ഒക്കെ എടുത്തിട്ട് ഇടുന്നത് ഒരു ബുദ്ധിമുട്ടുകൊണ്ടും ടൈമിന്റെ ഒരു ഇതുകൊണ്ടുമായിരുന്നു. പക്ഷെ ഇപ്പം കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് കൊണ്ട് അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം പവർ ഉണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വർക്കിംഗ് വീഡിയോ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഒരു കോപ്പിറൈറ്റ് അടിക്കാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പാട്ടുള്ള ഒരു മ്യൂസിക് ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം.
അപ്പൊ ഇതാണ് നമ്മളൊരു ടെസ്റ്റിംഗ് വീഡിയോ. ഈ ഒരു മൊബൈൽ ക്യാമറയിൽ എടുത്തത് കൊണ്ട് തന്നെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നേരിട്ട് വന്ന് കേൾക്കുമ്പോഴും ഇതിനെക്കാട്ടി പെർഫോമൻസ് കാണും. മൊബൈലിലൂടെ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് വീഡിയോ, ഏകദേശം കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കുന്നത് കൊണ്ട് ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ടാണ് മെയിനായിട്ടും ഈ മൊബൈൽ റെക്കോർഡ് ചെയ്ത ടെസ്റ്റിംഗ് വീഡിയോ ഇടാത്തത്. കാരണം എത്ര നല്ല ഫോണെന്ന് പറഞ്ഞാലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തില്ല, കറക്റ്റ് അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നേരിട്ട് വന്ന് കേൾക്കുന്നതും റെക്കോർഡ് തമ്മിലുള്ള നല്ല വ്യത്യാസം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ടെസ്റ്റിംഗ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ എല്ലാവരും ആവശ്യക്കാർ ചോദിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിയണമെന്നൊരു ആഗ്രഹം, കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ടെസ്റ്റിംഗ് വീഡിയോ ഞങ്ങൾ ഇട്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ മൊത്തം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമോ കമൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നാണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ഇനിയും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.